Assalamualaikum warahmatullahi wabarakatuh. Alhamdulillahi rabbil alamin. Assalatu wassalamu ala rasulil amin wa ala alihi wa sahbihi ajma'in, amma ba'd. Bismillahirrahmanirrahim. Afahasibtum annama khalaqnakum abatha wa annakum ilayna la turja'un. വേദിക്കലുള്ളങ്കത്തെ SKSM കുദ്രോളി ഘട്ടകത്തെ നേതാക്കന്മാരെ, അതേപോലെ SKSM ചൊല്ലങ്കത്തെ മഹാസംഘടനയുടെ നേതാക്കന്മാരെ, ഈ കാര്യക്രമത്തിക്ക് പ്രബോധന ആക്കു ബന്ധങ്കത്തെ പ്രബോധകന്മാരെ, വേദിക്കയുടെ മുമ്പാകത്തിലുള്ളങ്കത്തെ എല്ലാ പിർസത്തെ സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുടെ അപാരമായ കാരുണ്യം കൊണ്ടിട്ടു ഈ ഒരു ജാഗയിൽ നമുക്ക് ധാർമ്മികമായിട്ടുള്ളങ്കത്തെ ഒരു കാര്യക്രമം സംഘടിപ്പിക്കുക സാധ്യമായിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല ഈ ഒരു കാര്യക്രമത്തെ സ്വാലിഹായ സൽക്കർമ്മമാക്കിയിട്ട് അള്ളാഹു സ്വീകരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ഞങ്ങളെല്ലാവരും ഒരു ഉമ്മയുടെ ബൈത്തിരെ ഒലിമ്പോ തിങ്കൾ കഴിഞ്ഞിട്ട് ഈ ദുനിയാവുകു കടന്നു ബന്ധങ്ങായിട്ടേക്കട അള്ളാഹു സുബ്ഹാനഹു തആല ഒലിമ്പോ തിങ്കളത്തെ ജീവിത ഉമ്മയുടെ ബൈത്തിൽ നമുക്ക് തന്നിട്ട് അനന്തരത്തെ ജീവിത ഈ ദുനിയാവിൽ അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് നിശ്ചയിച്ചതിരെ ഭാഗമായിട്ട് ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കടന്നു വന്നതാണ്. ഈ ദുനിയാവുക ഞങ്ങളെ അള്ളാഹു സുബ്ഹാനഹു തആല കടത്തോണ്ട് കണ്ടെങ്കിൽ വെറുതെ അള്ളാഹു സുബ്ഹാനഹു തആല ഞങ്ങൾ ഈ ദുനിയാവുക കടത്തിയിട്ടില്ലേ. ഒരു എൻജോയ്മെന്റ് ആക്കുക, അതല്ലെങ്കിൽ ബിസിനസ് ആക്കിയിട്ട് പൈസ ആക്കിയിട്ട് പോണുക, അതല്ലെങ്കിൽ ഇവിടെ ഒരു പ്രശസ്തി എടുത്തിട്ട് പേരെടുത്തിട്ട് അധികാരം അനുഭവിച്ചിട്ട് പോണുക പേനായിട്ടല്ല അള്ളാഹു സുബ്ഹാനഹു തആല ഞങ്ങളെ ഈ ദുനിയാവ് കടത്തിരെ. ബദലായിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല ഈ ദുനിയാവുക ഞങ്ങളെ കടത്തിരാണ്ട് കണ്ടെങ്കിൽ അതൊരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശത്തെ നിമിത്തമാക്കിയിട്ടായിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല ഈ ദുനിയാവുക കടത്തിരെ. ഏതൊരു ഉദ്ദേശം വെച്ചിട്ട് അള്ളാഹു കടത്തിരാണ്ട് കേട്ടെങ്കിൽ അത് ഞങ്ങൾ സൃഷ്ടിച്ചിട്ട് പരിപാലിച്ചിട്ട് ഞങ്ങൾക്ക് എല്ലാ സൗകര്യം എല്ലാ സൗലത്ത് തന്നങ്കത്തെ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ആരാധിക്കുക പേനായിട്ട് ഉല്ലങ്കത്തെ ഒരു നിമിത്തമായിട്ടായിട്ട് അള്ളാഹു ഞങ്ങളെ ഈ ദുനിയാവുക കടത്തിരെ. അതൊക്കെ പേനായിട്ട് ഈ ദുനിയാവുക ഞങ്ങൾ ബന്ധര. അപ്പൊ ഞങ്ങളെ ജീവിതത്തിലെ ഒരു നിമിത്ത ചൊല്ലത്, ഒരു ഡെസ്റ്റിനി ചൊല്ലത് അത് റബ്ബുടെ മനസ്സിലാക്കുക ചൊല്ലതായിട്ടിരിക്കണം. അള്ളാഹുടെ മനസ്സിലാക്കുക, അതേപോലെ അള്ളാഹുക്ക് ആരാധന കൊടുക്കുക ചൊല്ലങ്കത്തെ ഒരു ഉദ്ദേശത്തിലായിട്ടിക്കറെ അള്ളാഹു സുബ്ഹാനഹു തആല ഞങ്ങളെ ഈ ദുനിയാവ് കടത്തിരെ. ആയെങ്ക പ്രിസത്തെ സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹു സുബ്ഹാനഹു തആല ഈ ദുനിയാവുക്ക് ഞങ്ങളെ അള്ളാഹു കടത്തിര. ആ കടത്തിയതായ ഉദ്ദേശം ഞങ്ങൾക്ക് ഗൊന്തിന്നിട്ടും എത്രമാത്രം അള്ളാഹുക്ക് ബേനായങ്കത്തെ ആളായിട്ട് എത്രത്തോളം ഞങ്ങൾക്ക് ജീവിക്കുക സാധ്യമായിട്ട് ചെന്നിട്ടോ ഭയങ്കരമായ ഗൗരവപൂർവമായിട്ട് ഞങ്ങൾ ഓരോരുത്തരും ആലോചനാക്കണമായ വിഷയ. അള്ളാഹു ഞങ്ങളെ ഈ ദുനിയാവുക സൃഷ്ടിച്ചിട്ട് ഈ സെക്കൻഡ് തോലത്തെ ആയുസ് അള്ളാഹു ഞങ്ങൾക്ക് തന്ന ഈ സെക്കൻഡ് തോല നാനൂടെ കാത്തെടുത്തിട്ട് ഊടെ തന്നി കുടിച്ചിട്ട് ഈ വിശാലമായ ഭൂമിയിൽ എല്ലാവിധ സൗകര്യം അനുഭവിച്ചിട്ട്, എല്ലാവിധ സ്വാതന്ത്ര്യം അനുഭവിച്ചിട്ട്, എല്ലാവിധ സ്വസ്ഥത അനുഭവിച്ചിട്ട്, എല്ലാവിധ സമാധാനം അനുഭവിച്ചിട്ട് ഈ ദുനിയാവിൽ നാണ് ജീവിച്ചോണ്ടില്ലാണ്ട് കണ്ടെങ്കിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇതെല്ലാം അനുഭവിച്ച് ഞങ്ങ എത്രമാത്രം അള്ളാഹുടെ തിരിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് എത്രത്തോളം അള്ളാഹുടെ പിരിസാക്കുകയോ ഞങ്ങൾ തയ്യാറായിട്ട് ചെന്നിട്ടോ ഞങ്ങൾ ഒന്ന് ആലോചനാക്കേണ്ടതുണ്ടോ. എന്തെങ്കിലാണ് ഈ വിഷയിച്ചൊന്നെണ്ട് കണ്ടെങ്കിൽ 1500 വർഷത്തിന് മുന്നോലോ ഇസ്ലാമിക ചരിത്രത്തിൽ ഒരുപാട് ചരിത്രത്തെ ഞങ്ങൾക്ക് കാണുക സാധ്യമുണ്ടോ. ആ ചരിത്രത്തിൽ കടന്നു വന്നത്തെ ഓരോ സ്വഹാബത്തെ, ഓരോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായിമാർ അങ്ങനെ ജീവിതത്തിൽ അനുഭവിച്ചങ്കത്തെ കഷ്ട, അങ്ങനെ ജീവിതത്തിൽ അനുഭവിച്ചങ്കത്തെ നഷ്ട,
അങ്ങളെ ജീവിതത്തിൽ അനുഭവിച്ചെങ്കത്തെ പ്രയാസ സുഖ ദുഃഖ സുഖ ചൊല്ലത് അങ്ങളെ ജീവിതത്തില് വളരെ കുറഞ്ഞത് മാത്രമേ ഇന്നെ അങ്ങളെ എല്ലാ ജീവിതത്തെ എല്ലാ സമയത്തിലും എല്ലാ അവസരത്തിലും ഇന്നെ ദുഃഖ മാത്രമായിട്ടിക്കടെ ആ ദുഃഖത്തെ അനുഭവിച്ചിട്ട് കഷ്ടത്തെ അനുഭവിച്ചിട്ട് നൊമ്പലത്തെ അനുഭവിച്ചിട്ടായിട്ടിക്കടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തെ ജീവിച്ചരെ ഞാൻ എനിക്കൊരു സ്വഹാബത്തിലെ ചരിത്ര ചൊല്ല അതായത് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു ചൊല്ലങ്കത്തെ ഒരു സ്വഹാബി ഒരു 30ാമത്തെ വർഷത്തിൽ ഇസ്ലാം സ്വീകരിച്ചങ്കത്തെ ഒരു സ്വഹാബിയത്തെ 30ാമത്തെ വർഷത്തിൽ ഇസ്ലാം സ്വീകരിച്ചിട്ട് 35ാമത്തെ വർഷത്തിൽ വഫാത്തായങ്കത്തെ ഒരു സ്വഹാബി ബാരിബല്യങ്കത്തെ ചരിത്ര നിർമ്മാണക്കത്തെ ഒരു സ്വഹാബിയായിട്ടെ ആ സ്വഹാബി മദീനത്തിലെ മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു ചൊല്ലങ്കത്തെ ഒരു സ്വഹാബി അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന പ്രകാരം മദീനത്തേക്ക് ദീനത്വാട്ടി കൊടുക്കുക ബന്ധങ്കത്തെ മിസ്അബ് റളിയല്ലാഹു അൻഹുവിടെ കൊല്ലുകയായിട്ട് ഭർത്തായങ്കത്തെ സഅദ് ഇബ്നു മുആദ് ചൊല്ലങ്കത്തെ ആ വ്യക്തി പിന്നീട് റളിയല്ലാഹു അൻഹു ആട് ആ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു അയാളുടെ ജീവിതത്തിലെ അയാൾ എത്രമാത്ര ക്രൂരിയായിട്ട് എന്തുണ്ട് കേട്ടെങ്കിൽ മിസ്അബ് റളിയല്ലാഹു അൻഹുടെ കൊല്ലുക പോകുമ്പോഴത്തേക്കോ കാലി ബാല് മാത്രം പിടിച്ചോണ്ട് പോയിട്ടല്ല ആ ബാലക ബിസ തേച്ചിട്ട് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു മിസ്അബ് റളിയല്ലാഹു അൻഹുടെ കൊല്ലുക പോയിടെ ആ സമയത്തില് മിസ്അബ് റളിയല്ലാഹു അൻഹുടെ സമാധാനപരമായിട്ടുള്ള ദീനി ക്ലാസ് കേട്ടിട്ട് ഇസ്ലാമുക്ക് കടന്നു വന്നത്തെ ഒരു വ്യക്തിയായിട്ട് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു പിന്നെ ദീനക കടന്നു വന്നതിൽ പിന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു കാവലാളായിട്ട് ഒരു മതിലിലെ ഒരു ആളായിട്ട് ഇന്നത്തെ ഒരു വ്യക്തിയായിട്ട് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു മാത്രമല്ല ബദർക്ക് പോണ്ട നേര നിങ്ങൾക്കെല്ലാവർക്കും ഗൊന്തുണ്ടോ ബദർ യുദ്ധ ചൊല്ലത് ഇസ്ലാമിക ചരിത്രത്തിലെ ഇതിഹാസത്തിൽ എഴുതപ്പെട്ട ഒരു യുദ്ധ ഇസ്ലാമിക ലോകത്തിലായിട്ട് അതായത് ആ യുദ്ധമായിട്ട് ബദർ യുദ്ധ ആ ബദർ യുദ്ധത്തിക്ക് പോകുമ്പോഴത്തേക്കോ മുസ്ലിമുകളെ പരമായിട്ടുള്ള കേവലം 300 ആൾമാർ മാത്ര അതിന് 3 ഇരട്ടി ആൾമാർ ശത്രുഭാഗത്തിലുള്ളവരെ ഈ ശത്രുഭാഗത്തിലെ 3 ഇരട്ടി ആൾമാർ ഇന്ന സമയത്തില് 3 ഇരട്ടി ആൾമാർ എല്ലാവിധ സംവിധാനത്തിലും എല്ലാവിധ സൗകര്യത്തിലും കൂടിയിട്ട് യുദ്ധത്തിന് സന്നദ്ധമായിട്ട് കിടന്നു വരുമ്പോഴത്തേക്കോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 300 ചില്ലാര ആൾമാർ മാത്രമുള്ള സ്വഹാബത്തിനെ മുഖത്ത് നോക്കിയിട്ട് നബി കേക്കടെ യുദ്ധത്തിന് പോണോ സ്വഹാബിമാരെ ചൊന്നിട്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കേക്കടെ ആ സമയത്തിലെ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു ചൊല്ലു എന്തിനെ നബിയെ യുദ്ധത്തിന് പോണേ നിങ്ങൾ ഞങ്ങളിട്ടിക്ക് പറഞ്ഞു മാത്രമല്ല നിങ്ങൾ യുദ്ധാക്കുക തീരാ നിങ്ങൾ ആ യുദ്ധഭൂമിയിലെ ടെന്റിൽ ദയിക്കണോ ടെന്റിൽ വെച്ചിട്ട് ഈ ഞങ്ങളെ ആൾമാർ നിങ്ങൾ ഈ സ്വഹാബത്തിലെ ആൾമാരെ നെഞ്ഞില് ബാല കിട്ടാണ്ട് നെഞ്ഞിಗೆ യുദ്ധ പരിചയ കിട്ടാണ്ട് നിങ്ങൾ ഒരിക്കലും യുദ്ധഭൂമിക്ക് കടന്നു പറഞ്ഞു തീരാ നിങ്ങളെ ശരീരത്തില് ഒരു മണ്ണ് പൂലാത്തക്ക വിധത്തില് നിങ്ങൾക്ക് ഞങ്ങൾ കാവലാളായിട്ട് ആ യുദ്ധഭൂമിയിലേക്ക് നബിയെ ചൊന്നിട്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരട്ടിക സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു ചൊല്ലു മാത്രമല്ല സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു നബി ഇരട്ടിക ചൊല്ല പലക്കൊണ്ട് നബിയെ ഇതാ നിങ്ങ ഒരു പുലയുടെ മേൽ നടക്കുക ചൊന്നിട്ട് കണ്ടെങ്കിൽ യാതൊരു വിധ ഹിഞ്ചരിക്കയില്ലാണ്ട് ആ പുലയുടെ മേൽ നടക്കുക നിങ്ങൾ തയ്യാറുള്ള നബിയെ ഒരു പർവ്വതത്തെ മേൽ നടക്കുക നിങ്ങൾ ഞങ്ങളിട്ടിക ആജ്ഞാക്കേണ്ട കണ്ടെങ്കിൽ യാതൊരു വിധ ഹിഞ്ചരിക്കയില്ലാണ്ട് ആ പർവ്വതത്തെ മേൽ പത്തുക നിങ്ങൾ റെഡിയുള്ള നബിയെ ചൊന്നിട്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന ഏറ്റെടുത്തിട്ട് ഏതുക്കും എന്തുക്കും തയ്യാറായിട്ട് സ്വഹാബത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ പെർഗലയുന്നരെ നബിക്ക് ഒരു ഭദ്ര ബുനാദിയായിട്ട് സ്വഹാബത്ത് ഇൻത്തെ അപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സമാധാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആശ്വാസന ഈ സ്വഹാബത്തുമായിട്ട് ഇന്നരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരുടെ സ്ഥൈര്യത്തിലും ധൈര്യത്തിലും ആ സ്വഹാബത്ത് ഇന്നരെ അങ്ങനെ ഒരുപാട് ചരിത്ര ഒരുപാട് ഹിസ്റ്ററി കഷ്ടത്തിലും നഷ്ടത്തിലും ആ സ്വഹാബത്തെ നമുക്ക് കാട്ടിത്തന്ത്രാണ്ട് കണ്ടെങ്കിൽ കേവല 5 വർഷം മാത്രം ജീവിച്ചിട്ട് 500 വർഷത്തെ ഹിസ്റ്ററി സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ ജീവിതത്തിൽ ആക്കിരണ്ട് കണ്ടെങ്കിൽ ഞാൻ എൻ്റെ 26ാമത്തെ വയസ്സിൽ ഞാൻ എൻ്റെ ജീവിച്ചോണ്ടില്ല 26 വർഷമായിട്ട് ഈ ദുനിയാവിൽ ഞാൻ ജീവിച്ചോണ്ടില്ല നക്ക് ബുദ്ധി വന്നൽ പിന്നെ 15 വർഷത്തിൽ എൻ്റെ മിനിമം ബുദ്ധി നക്ക് പണ്ടുണ്ട് കണ്ടെങ്കിൽ 11 വർഷത്തെ ആയുസ് അല്ലാഹു നക്ക് തന്നറ ഇത് നന്റെ ആയുസ് ഉണ്ട് കണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എണ്ണി നോക്കൂ ബുദ്ധി വന്നൽ പിന്നെ എത്ര ആയുസ് കാലം നിങ്ങൾ ജീവിച്ചോണ്ടുള്ള ഈ ആയുഷ് കാലത്തില് അല്ലാഹു പിരിസപ്പെട്ടങ്കത്തെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിരിസപ്പെട്ടങ്കത്തെ എത്ര സ്വഭാവം നിങ്ങളുടെ ജീവിത
ജീവിതത്തിൽ എടുത്തു പറഞ്ഞുകോ എത്ര സ്വഭാവം ഞങ്ങളെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുകയോ ഞങ്ങൾക്ക് സാധ്യമായിട്ട് ചൊന്നിട്ടോ ഞങ്ങളെ മനസ്സ് തൊട്ടിട്ട് ഞങ്ങൾ കേൾക്കണു ഞങ്ങളെ ഹൃദയത്തിന് തട്ടിട്ട് കേൾക്കണോ കേവല നാനൊരു മുസ്ലിം നന്റെ ആധാർ കാർഡിലൊരു നാനൊരു മുസ്ലിം നാമധാരിയായിട്ടില്ല ചൊന്ന സാത്തಗೆ എന്തും മേയാവില്ല നന്റെ മുഖത്തിൽ താടി ഉണ്ടോ നാ നെരിയാണിക മേലെ പാൻറ് ഇട്ട ചൊന്നിട്ടോ എന്തും സാധ്യ ഇല്ല പ്രിസത്ത സഹോദരന്മാരെ നന്റെ ജീവിത നന്റെ രഹസ്യ ജീവിതത്തിലും നന്റെ പരസ്യ ജീവിതത്തിലും എത്രമാത്രം നന്റെ നബി ചൊന്നങ്കത്തെ നാ ജീവിതത്തിಗೆ നാണ് അടിമപ്പെട്ടിട്ടില്ല ചൊന്നിട്ടോ ഞങ്ങൾ ഓരോരുത്തരും മനസ്സ് കൈവച്ച് നോക്കണം അല്ലേ ഇണ്ട് ഞങ്ങളെ ബാലക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അണ്ടേ സ്വഹാബത്ത് രട്ടിಗೆ ಇನ್ನಂಕത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രട്ടിಗೆ ಇನ್ನಂಕത്തെ സ്വഹാബത്ത് ಎಲ್ಲ യങ്സ്റ്റർ ആയിട്ടിന്നരെ ഒരു യൂത്ത് രംഗത്തെ ആൽമാരായിട്ടിന്നരെ നബി രട്ടിಗೆ സ്വഹാബത്ത് ಎಲ್ಲ അങ്ങ എല്ലാ ജാവും പോലും പകലും കഷ്ടവും നഷ്ടവും എല്ലാം നബി രട്ടിಗೆ അനുഭവിച്ചുകൊണ്ടിരുന്നങ്ങായിട്ടിന്ത് നബിരട്ടികമേ നബിരെ ബാക്കിലെ പോയോണ്ടിന്ന ആൽമാരായിട്ടിന്നരെ അണ്ടത്തെ സ്വഹാബത്തെ യൂത്ത് ആൽമാർ ഇണ്ടത്തെ യൂത്ത് ഇന്നത്തെ ബാലക്കാർ എവിടെ പോയവരെ കേട്ടെങ്കിൽ മുസ്ലിം സമുദായത്തെ വലിയ ബേജാറായിട്ടിക്കട് മുസ്ലിം സമുദായത്തെ വലിയ ഒരു ദുഃഖായിട്ടിക്കട് ഇതിലൂടെ മുസ്ലിം ബാലക്കാർ ഓടെ മുസ്ലിം ആൽമാർ ഓടുള്ള മുസ്ലിം ബാലക്കാർമാർ എന്തേ കണ്ടോണ്ടില്ല അല്ലെ മുസ്ലിം സമുദായത്തെ ഒരിക്കലും നശിപ്പിക്കുക സാധ്യയില്ല എവിടത്തോല എത്രത്തോല പല്ലിക ബില്യാസ് രണ്ട് ജുമാഅത്ത് എത്രത്തോല ആൽമാർ ബണ്ടര അതേ ആൽമാർ സുബൈ നിസ്കാരത്തും 12 ഗണ്ടെങ്കിൽ മുസ്ലിം സമുദായത്തെ ഒരിക്കലും തകർക്കുക സാധ്യയില്ല ചൊന്നിട്ടോ ഒരു യഹൂദിയായ ഒരു ആൾ പണ്ടേ 1500 വർഷത്തെ മുന്നോൽ ചൊന്നുറ നിങ്ങൾ മനസ്സിലാക്കറോ ഇണ്ട് ഞങ്ങളെ പള്ളിയില് സുബൈ നിസ്കാരത്തിന് ഞങ്ങളെ ബാലക്കാറുള്ളരാ ഇന്ന് ഞങ്ങളെ ബാലക്കാർ വേറെന്തു ത്യാഗാക്കരുത് വേണ്ട ಬೇರೆ എന്തെങ്കിലും ആക്കി തീർക്കണ അല്ലെങ്കിൽ പ്രശസ്തി എടുത്ത പറഞ്ഞ ഇസ്ലാമിക എന്തെങ്കിലും ഒരു ഡിഗ്രി എടുത്ത പറഞ്ഞ അല്ല ഇസ്ലാമിക എന്തെങ്കിലും ബിൽഡിംഗ് കെട്ടണ ഇസ്ലാമിയുടെ പേരിൽ ഒരു കൾച്ചർ സെന്റർ കെട്ടണ അല്ല ಮೊದಲಾയിട്ട് മുസ്ലിം ബാലക്കാരെ ഇണ്ട തയ്യാറാവണായേ സുബൈ നിസ്കാരത്തിಗೆ ജമാഅത്തിಗೆ പള്ളിಗೆ എത്രങ്കത്തെ ഒരു തീരുമാനത്തിಗೆ മുസ്ലിം ബാലക്കാർ പറഞ്ഞു എന്തേ മുസ്ലിം ബാലക്കാർക്ക് സുബൈകിന്റെ പള്ളിಗೆ എണുകയായിട്ടില്ല എന്തേ പള്ളിಗೆ എത്തുകയായിട്ടില്ല പള്ളി ചൊല്ലിയത് കേവലം ഒരു നാമധാരി മാത്രമായിട്ട് ഒരു കേന്ദ്രമായിട്ട് മാത്രം ഞങ്ങൾ ഇതിന്റെ വെച്ചോണ്ടുള്ള അതൊക്കെ പോയിട്ട് അവിടെ റബ്ബുരൊട്ടിಗೆ സുജൂദിട്ടിട്ട് റബ്ബുരൊട്ടിಗೆ സമാധാനത്തിന് വേനായിട്ട് ദ്വാക്കിടെ ആൽമാറായിട്ട് ഞങ്ങൾ ഇതിന്റെ ആയോണ്ടില്ല ഞങ്ങൾ ഇതിന്റെ സമാധാനം തേടിയോണ്ടോ ചൊപ്പുടെ പെരുകളും പൊടിയുടെ പെരുകൾ പോയോണ്ടുള്ള ഗാഞ്ചാവ് ചൊല്ലങ്കത്തെ ഡ്രഗ്സ് ചൊല്ലങ്കത്തെ MDM ചൊല്ലങ്കത്തെ അതുപോലെ വേറെ വേറെ പേരിലുണ്ടോ ഞങ്ങൾക്ക് ചില കൊറിയ പേര് മാത്രമേ പേപ്പറിൽ വന്നത് കൊണ്ട് ഞങ്ങൾക്ക് ഗൊന്തായിട്ടുള്ളേ കുറെ പേരിലുണ്ട് ഡ്രഗ്സ് അറിഞ്ഞോണ്ടുണ്ടോ ഇതിലെല്ലാം പേരുകള് ഞങ്ങളെ ബാലക്കാർ പോയോണ്ടുള്ളാറ് ഞങ്ങളെ ബാലക്കാർ അടിമപ്പെട്ടോണ്ടുള്ളവര് അത് മാത്രമായിട്ട് നന്റെ ജീവിത നക്ക് പൊടിയെടുത്തെങ്കിൽ മാത്രമേ നക്ക് ജീവിക്കുകയുണ്ടല്ലേ നക്ക് മുതു നേരാക്കിയിട്ട് നെഞ്ഞു പിരിച്ചിട്ട് നക്ക് ഇണ്ട് നിക്കോണ്ട് കണ്ടെങ്കിൽ നക്ക് പൊടി വേണോ നക്ക് ഡ്രഗ്സ് വേണോ നക്ക് MDM വേണോ നക്ക് എന്തെങ്കിലും ഗഞ്ചാവ് വേണോ ചെന്നിട്ടോ ആവശ്യപ്പെട്ട ഒരു ദയനീയമായ പരിസ്ഥിതിക്ക് മുസ്ലിം സമുദായത്തെ ആൽമാരെത്തിയേ അല്ലേ നീ നോക്കറോ ഇണ്ട് നക്ക് കാണ്ടോണ്ടുള്ളങ്കത്തെ സോഷ്യൽ മീഡിയത്തിലും പ്രസ് മീഡിയത്തിലും നക്കിണ്ട് മുസ്ലിം ബാലക്കാർമാരെ ഇണ്ട് കേസില് ബൂണ്ട് പോലങ്കത്തെ ഒരു ദയനീയമായ പരിസ്ഥിതി ഒരു വാർത്ത നക്കിണ്ട് ഓതുക സാധ്യമായിട്ടുണ്ടോ ಅದಕ್ಕೆ ಬೇನಾയിട്ട് കൊടുക്കുള്ളതാ ജീവിത സമാധാന പൊടിലുല്ലമ സമാധാന ചൊപ്പുലുല്ലമ സമാധാന ഏതെങ്കിലും മൂക്കിടെ ഉൾഗ വെച്ചെങ്കിൽ മാത്രം കിട്ടമ സമാധാന ഏതെങ്കിലും ചിരിടെ ഉൾഗ വെച്ചെങ്കിൽ മാത്രം കിട്ടമ അല്ല നെത്തി കൊണ്ടുപോയിട്ട് പാതിരാജാവുಲು അല്ലാടെ മുന്നലോ സുജൂദ ಜಾಗಗೆ വെച്ചിട്ട് കേക്കറോ അല്ലാരൊട്ടിಗೆ ആಕೆ ತಪ್ಪು ചൊല്ലറോ എന്തേ ചൊല്ലുക ഏസിಗೆ ആവട ചൊല്ലുക ഏസിಗೆ ആക്കണ്ട കാരണ നിങ്ങളെ എല്ലാം നിങ്ങളെ കഷ്ടവും നഷ്ടവും നിങ്ങളെ രഹസ്യവും പരസ്യവും നിങ്ങളുടെ എന്തെല്ലാം നിങ്ങളുടെ ജീവിതത്തിലുണ്ട് അതെല്ലാം നിങ്ങളെ റബ്ബ് നോക്കിയോണ്ടുള്ള അതുകൊണ്ട് ഏസിಗೆ ആക്കണ്ട പേടിക്കണ്ട ബേജാറാക്കണ്ട പൊടികല്ല നിങ്ങളെ സമാധാനം തേടിയോണ്ട് പോണായേ നിങ്ങളെ നെറ്റിത്തട കൊണ്ടുപോയിട്ട് സുജൂദിന് മുന്നിൽ വെച്ചിട്ട് സുജൂദിട്ടിട്ട് അല്ലാഹുവിന്റെ കേക്കറോ തൗബ കേക്കറോ പാപമോചനം കേക്കറോ അല്ലാഹ്
ನಾನು ಇನ್ನಲೆ ತೋಲ ನನ್ನ ಜೀವಿತത്തില് ನಾನೊരു പൊടിയെടുത്തിട്ടില്ല, ನನ್ನ ಜೀವಿತത്തില് ചൊപ്പില്ലാണ്ട് നക്ക് ജീവിക്കൂ സാധിച്ചോണ്ടില്ല ಅಂತ അല്ലാഹുവേ ನಾನದು കുറെ അടിമയായോണ്ടില്ല, ನಾನು കുറെ ആൽമാരട്ടിಗೆ കോണ്ടെക്സ്റ്റിലില്ല, കുറെ അശ്ലീലമായ സ്വഭാവം എൻ്റെ ജീവിതത്തിലുണ്ട്, അധാർമികമായ സ്വഭാവം എൻ്റെ ജീവിതത്തിലുണ്ട്, അന്ധവിശ്വാസമായ സ്വഭാവം എൻ്റെ ജീവിതത്തിലുണ്ട്. ഇതെല്ലാം എൻ്റെ ജീവിതത്തിലുണ്ട്. റബ്ബേ നക്ക് നീ മാപ്പുതാ അല്ല, നക്ക് നീ പൊറുത്തുതാ അല്ല ചൊന്നിട്ടോ കേൾക്കുകെന്തേ ബാലക്കാരെ നക്ക് മനസ്സില്ല എന്തേ ഞങ്ങൾക്ക് എന്തേ അത് അല്ലാരൊട്ടിಗೆ ഒന്നും മനസ്സറിഞ്ഞിട്ടൊന്നോ അല്ലാരൊട്ടിಗೆ കേൾക്കുക എന്തേ ഞങ്ങൾക്ക് ടൈമില്ല. എന്തേ ദുനിയാവുടെ പെരുകെ ഈ ദുനിയാവ് മാത്ര ചൊന്നിട്ട് ജീവിത ചൊന്നിട്ട് വിചാരിച്ചിരമാനങ്ങ അല്ല. ഈ ദുനിയാവല്ല ഞങ്ങളെ ജീവിത. ഈ ദുനിയാവ് ഒരു എൻഡുണ്ടോ? ഈ ദുനിയാവ് ഒരു അവസാനമുണ്ടോ? ഇന്റെ ഷർട്ട് ഇട്ടിട്ട് നല്ല വസ്ത്രം ഇട്ടിട്ട് നന്റെ രായത്ത് ഞാൻ ഇവിടെ ബന്ധരാണ്ട് കണ്ടെങ്കിൽ തിരിച്ച് നന്റെ രായത്തുക്ക് ഇതേപോലെ എത്തുമാ ചൊന്നിട്ട് നമുക്ക് ചൊല്ലുക സാധ്യയില്ല. കാരണം അങ്ങനത്തെ ജീവിത ഇട്ടിക്കുന്ന മനുഷ്യ ജീവിത, ആ ജീവിത ഇട്ടിക്കുന്ന മനുഷ്യ ജീവിത ചൊല്ലത് നൈമിഷിക മാത്ര ವಂಚನದ ಜೀವಿತ. ಈ ದುನಿಯಾವುടെ ಜೀವಿತ ഇത് കണ്ണുടെ വഞ്ചിപ്പിക്കുന്ന ജീവിത, ഇത് മനസ്സിനെ വഞ്ചിപ്പിക്കുന്ന ജീവിത. അല്ലാത്തതൊന്നും ഈ ജീവിതത്തിലില്ല. ഈ കാണ്ടങ്കത്തെ ഫ്ലാറ്റ്, ഈ കാണ്ടങ്കത്തെ കൊട്ടാര, ഈ കാണ്ടങ്കത്തെ ലക്സറി കാറ്, ഇതെല്ലാം ഈ ദുനിയാവിൽ എപ്പാ നൗഫൽ ചൊല്ലങ്കത്തെ വ്യക്തി മയ്യത്തായിട്ട് തീരണ അവിടുത്തോളം മാത്ര നൗഫലിലെ കാറ്, നൗഫലിലെ ബംഗ്ലാവ്, നൗഫലിലെ ആസ്തി, നൗഫലിലെ ഫോൺ, നൗഫലിലെ കാർ, നൗഫൽ ചൊല്ല വ്യക്തി മയ്യത്തായാൽ പിന്നെ എന്നുമില്ല. എല്ലാം ഇതെല്ലാം കണ്ണിടെ വഞ്ചിപ്പിക്കുന്നത് മാത്രമായിട്ടിക്കട്, മനസ്സിനെ കബലിപ്പിക്കുന്നത് മാത്രമായിട്ടിക്കട്, മനസ്സിനെ വഞ്ചിപ്പിക്കുന്നത് മാത്രമായിട്ടിക്കട്. ഇതെല്ലാം കണ്ടോട്ടില്ലേ? ബദലായിട്ട് നിങ്ങൾക്ക് ബേനായിട്ടുള്ള ജീവിത പാരത്രിക ജീവിതമായിട്ടിക്കട്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ പാരത്രിക ജീവിതത്തിക്ക് ഫ്ലാറ്റ് വേണ്ട, ആ പാരത്രിക ജീവിതത്തിക്ക് ബംഗ്ലാവ് വേണ്ട, ആ പാരത്രിക ജീവിതത്തിക്ക് ഞങ്ങളെ ഷെയർ ഹോൾഡർമാർ വേണ്ട. ആ പാരത്രികമായ ജീവിതത്തിക്ക് ബേനായേ ഈ ദുനിയാവിൽ നിങ്ങൾ നേടിയെടുക്കണക്കത്തെ ധാർമ്മികമായ ജീവിതം മാത്രമായിട്ടിക്കട്. ധാർമ്മികമായ ജീവിതം മുന്നോട്ടെടുത്ത് പോകുന്നത് കഷ്ടമില്ല. ധാർമ്മികമായ ജീവിതം മുന്നോട്ടെടുത്ത് പോകുമ്പോ ബിസിയാവില്ല. ധാർമ്മികമായ ജീവിതം മുന്നോട്ടെടുത്തുമ്പോ നൊമ്പലയ്ക്കില്ല, പ്രയാസയ്ക്കില്ല. എല്ലാം ഇന്നുണ്ട് കണ്ടെങ്കും റബ്ബുടെ തെരുളത് പൊരുത്തപ്പെട അല്ലേ? കഷ്ടമുണ്ടാ, നഷ്ടമുണ്ടാ, പ്രയാസമുണ്ട, നൊമ്പലമുണ്ട, ദുഃഖമുണ്ട, അതെല്ലാം നന്റെ റബ്ബ് തന്നതായിട്ടിക്കട് ചൊല്ലങ്കത്തെ സമാധാന ഇക്കട്. എപ്പാ ധാർമ്മികമായിട്ട് ഇസ്ലാമിക പരമായിട്ടുള്ള ജീവിതം മുന്നലെടുത്തു പോകുമ്പോ നന്റെ കഷ്ടമേ അല്ല, നന്റെ നഷ്ടമേ അല്ല, നന്റെ ദുഃഖമേ അല്ല, നന്റെ സുഖ അത് കേവലം ഒരു നൈമിഷിക മാത്രമായിട്ടിക്കോ ഈ ദുനിയാവുള്ളു അല്ലേ? ധാർമ്മികമായിട്ട് ജീവനാക്കുമ്പോത്തുകോ ഞങ്ങളെ മനസ്സ് തുടിക്കടേ. പാരത്രിക ജീവിതമായിട്ടിക്കടെ നാനൊരു ഗ്ലാസ് തണ്ണി കുടിക്കുമ്പോത്തുകോ നന്റെ മനസ്സ് പോണ്ടേ, അല്ലാ പരലോകത്തിൽ ഇതുപോലെ തണ്ണി കുടിക്കുക നീ ഒരു ഭാഗ്യത്താ റബ്ബേ അല്ലേ? ഉമർ അലി അള്ളാഹുള്ള ആഗ്രഹിച്ചോണ്ടിന്നെ സ്വർഗത്തിലൊരു കൊട്ടുബെക്കട ജാഗ, അല്ലാ സ്വർഗത്തിലൊരു കൊട്ടുബെക്കട ജാഗ നീ നക്ക് താ റബ്ബേ ചൊന്നിട്ടോ. ആര്? ഇസ്ലാമിക ചരിത്രത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സിദ്ദീഖായിട്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചങ്ങായിയായിട്ട് നങ്കത്തെ ഒരാൾ സ്വർഗത്തിൽ ആഗ്രഹിച്ചിട്ട് ഒരു കൊട്ടുബെക്കട ജാഗ്യ മാത്ര. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞങ്ങൾക്ക് കൊട്ടുബെക്കട ജാഗ്യ വിട്ടിട്ടു ഞങ്ങളുടെ പ്രയത്നാക്കിയോണ്ടില്ല. അല്ലാഹു സുബ്ഹാനഹു തആല ചൊന്നറ നിങ്ങ പരമാത്മമായിട്ട് എല്ലാ വിധത്തിലും നിങ്ങൾ നണ്ടെട്ടിಗೆ ಬಂದೆಂಡು കണ്ടെങ്കിൽ നിങ്ങൾക്ക് വിശാലമായിട്ട് ആ സ്വർഗ സുന്ദരമായി നിങ്ങളെ കാലടിയിൽ തണ്ണി ഒഴുകി പോണ്ടെങ്കത്തെ ആ സ്വർഗം ഉണ്ടല്ലേ, അത് നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള തണ്ട മാത്രമാ നിങ്ങൾ നക്ക് അടിമപ്പെട്ടിട്ട് നണ്ടെട്ടിಗೆ നിങ്ങൾ ഭയഭക്തിയില് നിങ്ങൾ നണ്ടെട്ടിಗೆ കിടന്നു പറഞ്ഞു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പടിപ്പാട്ടി തന്നങ്കത്തെ അധ്യാപനത്തില് ആ റൂട്ടിലോ ജീവിതം മുന്നോട്ട് പോണു. അങ്ങനെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ആ സ്വർഗത്തിൽ പോണു സാധ്യ. നിങ്ങൾ നോക്കിനമ്മ ഞങ്ങളെ ജീവിതത്തെ എപ്പോഴെങ്കിലും നിങ്ങൾ ആലോചനാക്കിരമ്മ. നന്റെ ജീവിതം ഞാൻ എൻ്റെ ജീവനാക്കിര. എങ്ങനെ ജീവനാക്കിര? ഇന്നലെ ജീവിച്ചതുപോലെ ഞാൻ എൻ്റെ ജീവിച്ചെണ്ട് കണ്ടെങ്കിൽ ആ ജീവിതത്തെ എന്തർത്ഥമില്ലേ?
അല്ലേ? ഇന്നലെ നാ സുബൈകഞ്ചിട്ട് നന്റെ കച്ചവടത്തുക പോയ എല്ലാ തരത്തിലുള്ള എല്ലാ കാര്യാക്കിയ എല്ലാ വിഷയാക്കിയ ജാവുക പറഞ്ഞ സുബൈകഞ്ച ഇണ്ട് സുബൈകഞ്ചിട്ട് നന്റെ ബേനായങ്കത്തെ എല്ലാ വ്യവസ്ഥക്ക് പോയിട്ട് ബില്യാസ ജുമാഅത്തുക്ക് പള്ളിക്ക് പോയിട്ട് നാനിണ്ട് തിരിച്ചു വന്നിട്ട് ഈ കുർസുൽ നാദിച്ചിര ഇത്തരമാ ഞങ്ങളെ ജീവിത നന്റെ ജീവിതത്തില് അള്ളാഹു മുട്ടാകണങ്കത്തെ എത്ര സെക്കൻഡ് നന്റെ ജീവിതത്തില് ഇന്നത്തെ നാളിൽ കടന്നു പോയിട്ട് ആൽച്ചനാക്കൊരു ബാലക്കാര് ആൽച്ചനാക്കൊരു സഹോദരന്മാര് ബെർദഗുല്ലത ഈ ജീവിത ബെർദഗുല്ലത കലിതമാശമായി ഈ ജീവിത അല്ല ഈ ജീവിത ഗൗരവമായിട്ടിക്കറ് നാളെ പരലോകത്തെ കൃഷിഭൂമിയായിട്ടിക്കറ് ഈ ദുനിയാവുടെ ജീവിത ചൊല്ലത് ഈ കൃഷിഭൂമിയില് എല്ലാ തരത്തിലും പരലോകത്തുക ബേനായങ്കത്തെ സമ്പത്ത് ഞങ്ങൾ ഈ ദുനിയാവിൽ റെഡിയാക്കണോ ആ സമ്പത്തുമായിട്ടായിട്ടിക്കറ് ഏത് സമ്പത്ത് ബംഗ്ലാവ കൊട്ടാരമ ഫ്ലാറ്റ ലക്സുറിയ അല്ല മതപരമായിട്ടുള്ളങ്കത്തെ ധാർമ്മികമായിട്ടുള്ളങ്കത്തെ കാര്യത്തെ ആ സമ്പത്തിനെ റെഡിയാക്കണോ ആ സമ്പത്ത് റെഡിയാക്കിയിട്ടായിട്ടിക്കറ് നാളെ പരലോകത്തേക്ക് നിങ്ങൾ പോനായേ അതുകൊണ്ടു പ്രിസത്തെ സഹോദരന്മാരെ ഈ ദുനിയാവിൽ ജീവിക്കുമ്പോത്തുകോ ഈ ദുനിയാവിടെ ഭക്തന്മാരായിട്ട് ജീവിക്കുക തീരാ ഈ ദുനിയാവിൽ ജീവിക്കുമ്പോത്തുകോ ഈ ദുനിയാവുക അടിമപ്പെട്ടങ്കത്തെ ആൽമാരായിട്ട് ജീവിക്കുക തീരാ ഈ ദുനിയാവിടെ സമാധാനം തേടിയോണ്ടാവുള്ളങ്കത്തെ ആൽമാരായിട്ട് ജീവിക്കുക തീരാ ബദലായിട്ട് ഞങ്ങൾക്ക് സമാധാനമില്ല ഞങ്ങളെ റബ്ബറൊട്ടികായിട്ടിക്കടെ ഞങ്ങൾക്ക് സ്വസ്ഥതയില്ല ഞങ്ങളെ റബ്ബറൊട്ടികായിട്ടിക്കടെ 6-ാം നൂറ്റാണ്ട് 600 വർഷത്തെ മുന്നോലോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കാലഘട്ടത്തിക്ക് ഒരു സമൂഹത്തിക്ക് ഒരു സമുദായത്തിക്ക് പ്രവാചകനായിട്ട് കടന്നു വരുമ്പോഴത്തേക്കോ ആ സമുദായത്തെ ആൽമാരുടെ സ്വഭാവം എന്തായിട്ടിന്റെ ഇന്നത്തെ ആൽമാരെ പോലെ കേവലം ഇണ്ടത്തെ ആൽമാരെ പോലെ കേവലം പൊടിക മാത്രമായിട്ടല്ല ജീവിച്ചോണ്ടിന്നെ അകലെ ജീവിതം കല്ലും പെണ്ണും യുദ്ധവുമായിട്ട് എല്ലാ തരത്തിലുള്ളങ്കത്തെ അരാജകത്വത്തുക അടിമയായിട്ട് ജീവിച്ചോണ്ടിന്നങ്കത്തെ ഒരു കാലഘട്ടമായിട്ടിന്റെ 6-ാം നൂറ്റാണ്ട് ദ ഡാർക്ക് ഏജ് ചൊല്ലുണ്ട് വിളിക്കണങ്കത്തെ ഒരു കാലഘട്ട ആ കാലഘട്ടത്തിക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വന്നിട്ട് ആ ആൽമാരട്ടിക ആവശ്യപ്പെട്ട് ആ ആൽമാരട്ടിക ചൊന്നുകൊടുത്ത് നിങ്ങൾ അല്ലാഹ് മുട്ടബറോ നിങ്ങൾ അല്ലറെ മനസ്സിലാക്കറോ നിങ്ങൾക്ക് അല്ലറെ മനസ്സിലാക്കേണ്ടെങ്കിൽ നിങ്ങൾക്ക് സമാധാനമുണ്ടോ നിങ്ങളെ ഹൃദയത്തില് സമാധാനം കിട്ടേ നിങ്ങളെ ജീവിതത്തില് സമാധാനം കിട്ടേ നിങ്ങൾക്ക് ലൈഫിൽ ഒരു തെരു കിട്ടേ അതുകൊണ്ട് നിങ്ങൾ അല്ലാരെ മനസ്സിലാക്കറോ നിങ്ങളെ കഷ്ടത്തിലും നഷ്ടത്തിലും നിങ്ങൾ അല്ലറെ കേൾക്കറോ നിങ്ങളെ സുഖത്തിലും ദുഃഖത്തിലും നിങ്ങൾ അല്ലാഹുവിനെ ഭാഗിയാക്കറോ ആ അല്ലാഹുവിനെ കേട്ടിട്ട് നിങ്ങളെ ജീവിതത്തെ ഒരു പാർട്ടായിട്ടല്ല നിങ്ങളെ ജീവിതത്തെ എല്ലാമായിട്ട് നിങ്ങൾ അല്ലറെ കൊണ്ടു നടക്കും ചൊന്നിട്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കേട്ടപ്പ ചില ആൾമാർ കേട്ടറ് ചില ആൾമാർ ധിക്കരിച്ചറ് കാലം പോയിട്ട് ദിനാല് മുന്നോല് പോയിട്ട് എല്ലാ രായത്തെ ആൾമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിൽച്ചങ്കത്തെ ക്ഷണ സ്വീകരിച്ചിട്ട് ഇസ്ലാമിന്റെ ധാർമ്മികമായ വെളിച്ചത്തേക്ക് കടന്നു വന്നരെ ആ സമയത്തിലായിട്ടിക്കറ് അവസാനമായിട്ട് നബി ചൊന്നേ ഇല്ല ഇനി നിങ്ങൾക്ക് കല്ല് കുടിക്കുകയില്ല ചൊന്നപ്പ ഒരേ ഒരു പലക്കത്തില് നബി നിങ്ങൾക്ക് ഇനി കല്ല് കുടിക്കുക കല്ല് ഹറാമാക്കി ചൊന്നപ്പ മക്ക ചൊല്ലങ്കറ്റ പ്രദേശത്തിലെ കല്ലിടെ ആ കല്ല് തൂഞ്ഞിട്ടാകുമ്പോത്തുകോ ഒരു പോലെ കല്ലുങ്ങ ഒൽകിപ്പോയി ചൊന്നിട്ടോ ചരിത്രം നങ്ക പഠിപ്പാട്ടുമ്പോത്തുകോ അതേ നബി ചൊന്നിട്ടില്ലേ ബാലക്കാര പ്രിസത്തെ സഹോദരന്മാരെ നിങ്ങളെ ജീവിതത്തെ നിങ്ങൾ ധാർമ്മികമായിട്ടുള്ളങ്കത്തെ വെളിച്ചത്തേക്ക് നിങ്ങളെ ജീവിതത്തെ മുന്നോട്ടെടുത്ത പോരോ നിങ്ങൾക്ക് നിങ്ങളെ പ്രവാചകൻ പഠിപ്പാട്ടി തന്നങ്കത്തെ നിങ്ങളെ ജീവിതത്തെ പഠിപ്പാട്ടി തന്നങ്കത്തെ ജീവിതത്തേക്ക് നിങ്ങളെ ജീവിതം കൊണ്ടുപോരോ നിങ്ങൾ കേവലം കല്ലും കഞ്ചാവുകളും മയക്കുമരുന്നുകളും ഡ്രഗ്സിക്ക് നിങ്ങളെ ജീവിതത്തെ കൊണ്ടുപോകണ്ട അതല്ല ജീവിത ചൊന്നിട്ടോ 1400 വർഷത്തിന് മുന്നോലെ ഞങ്ങളെ നബി പഠിപ്പാട്ടി തന്നിട്ടില്ലേ എന്തോ പിന്നെ നിങ്ങൾക്ക് കേൾക്കുകയോണ്ടില്ല എന്തേ ബാലക്കാര ഈ ദുനിയാവിലെ പെർമനന്റ് ജീവിക്കുക ചൊന്നിട്ട് നിങ്ങൾ വിചാരിക്കണ്ട ഇന്നലെ നിങ്ങളൊട്ടിക ഇന്നക മുഞ്ഞാണ്ട് നിങ്ങളൊട്ടിക ഇന്നക ഇണ്ട് നിങ്ങൾ പോയിട്ട് നോക്കറോ പള്ളിക്കാട്ടിലെ 6 അടി കബർസ്ഥാനത്തില് അങ്ങ് കിടന്നുറങ്ങിയിടര് ഇതേപോലെ വിചാരിച്ച ആൾമാർ അതിലുള്ളര് ഇതേപോലെ ധിക്കരിച്ച ആൾമാർ അതിലുള്ളര് ഇതേപോലെ ഒഞ്ചിതച്ച ആൾമാർ ഇതിലുള്ളര് അങ്ങക്ക് ഇനി സാധ്യയില്ല മരളി വന്നിട്ട് ഒരു പുതിയ ജീവിതം തുടങ്ങാ ചൊന്നിട്ട് വിചാരിച്ചുണ്ട് കണ്ടെങ്കിൽ സാധ്യമില്ല കാരണം കാലാകാലങ്ങ് അതിലേക്ക് എടുക്കണോ ഇനി ഞങ്ങൾക്കൊരു തിരിച്ചു പറവോ ഈ ദുനിയാവിൽ സാധ്യമല്ല ചൊന്നിട്ടോ ഞങ്ങൾക്ക് ഗൊന്തുണ്ടോ അതുപോലെ പിരിസത്തെ സഹോദരന്മാര് പിരിസത്തെ ചങ്ങായിമാര് അതേപോലെ ഉള്ള ഒരു മടക്കയാത്ര ഞങ്ങളെ
ജീവിതത്തിലും ഭരണമുണ്ടോ നാളെ നാനും മയ്യത്തായിട്ട് നന്റെ ഔത്തുല് വിൽക്കപ്പെടുற എല്ലാര വാട്സാപ്പ് സ്റ്റാറ്റസില് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ചൊന്നിട്ടോ നന്റെ ഫോട്ടോ വെക്കപ്പെടുற എല്ലാരും നന്റെ ഫോട്ടോത്തെ നോക്കിയിട്ട് ഓണ് മയ്യത്തായണ ഓണ് മർച്ചന ചൊന്നിട്ട് കേൾക്കണങ്കത്തെ നാളെ നക്കും നിങ്ങൾക്ക് ഭരണമുണ്ടോ ആ ബണ്ടാണ്ടി മുന്നോലോ ഞങ്ങളെ ജീവിതത്തില് നാളെ കബറിൽ കിടക്കുമ്പോത്തുകോ ആ കബറിൽ കിടക്കുമ്പോത്തുകോ ആ കബറിലോ ഞങ്ങളെ ഈയോണ് ബന്ധന ചൊന്നിട്ടോ സ്വീകരിക്കണങ്കത്തെ ഒരു നല്ല മയ്യത്തായിട്ട് നിങ്ങൾക്ക് കിടക്കണ്ടേ കിടക്കൊണ്ട് കണ്ടെങ്കിൽ പ്രവാചകൻ പഠിപ്പിച്ചങ്കത്തെ ജീവിതം ഉണ്ടോ ആ ജീവിതത്തിൽ ഞങ്ങൾ ജീവിക്കണോ അങ്ങനെ ജീവിച്ചെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് നാളെ സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് ഞങ്ങളെ കബറിൽ കിടന്നുറങ്ങാ അല്ലാത്തക്കമാർ ഞങ്ങളെ കബറിലോ സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് കിടന്നുറങ്ങും സാധ്യമല്ല കബറിൽ മാത്രമല്ല നാളെ പരലോകത്തിലും സമാധാനവും സ്വസ്ഥതയും ഞങ്ങളെ ജീവിതത്തിൽ ഞങ്ങൾക്ക് കിട്ടല എത്ര തോല അള്ളാഹുക്ക് ഭയപ്പെട്ടിട്ട് പ്രവാചകന്റെ ചര്യ അനുസരിച്ചിട്ട് ഈ ദുനിയാവിൽ ജീവിക്കാത്തോടത്തോല നിങ്ങൾക്ക് കബറിലും നിങ്ങൾക്ക് സമാധാനം ഇല്ല പരലോകത്തും നിങ്ങൾക്ക് സമാധാനം ഇല്ല അതുകൊണ്ടിട്ടോ തട്ടിക്കളയണ്ട നാളെ നല്ലാവ ചൊന്നു വിചാരിക്കണ്ട ഇണ്ടെല്ലാവരോ ഈ സെക്കൻഡിൽ നല്ലാവരോ നബി വിളിച്ചപ്പ നബി ആഹ്വാനിച്ചപ്പ എത്ര തോല എത്ര അർജന്റായിട്ട് സ്വഹാബത്ത് ദീനുക കടന്നു വന്നരാ അതേ നബി ഞങ്ങളെ വിളിച്ചോണ്ടുണ്ടോ എവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദർ റസൂലുള്ളാഹ് ഇല്ല നിങ്ങളെ സൃഷ്ടിച്ചവനോ അല്ലാഹു ഓർത്തനോ അവനല്ലാണ്ട് നിങ്ങൾക്ക് ആരാധിക്കുക അർഹനായ ഒരു ശക്തി ഒരു യുക്തി ഈ ദുനിയാവിലില്ല ഒരുത്തർക്കും സാധ്യമല്ല ഒന്നുകും ഈ ദുനിയാവിലോ എത്ര വലിയ പഠിപ്പിന്നവണുകും എത്ര വലിയ ഡിഗ്രി എടുത്തവണുകും എത്ര വലിയ തലപ്പത്ത് കെട്ടവണുകും എത്ര വലിയ സാലിട്ടവണുകും ഈ ദുനിയാവിലോ നിങ്ങൾക്ക് ആരാധിക്കുക അർഹത അല്ലാഹുവല്ലാണ്ട് വേറൊന്നുമില്ല നിങ്ങൾ ജീവിക്കോനായേ ഉറുവേ നിങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ നബിയുടെ 23 ആണ്ട് ജീവിതത്തിൽ കാണിച്ചു തന്നേ എങ്ങനെ പൽക്ക പറയണോ എങ്ങനെ മുണ്ടണോ എങ്ങനെ ചോറുണ്ടണോ എങ്ങനെ തണ്ണി കുടിക്കണോ എങ്ങനെ ആൽമാരട്ടിക മുണ്ടണോ എങ്ങനെ ആൽമാരട്ടിക പെരുമാറണോ എങ്ങനെ ആൽമാരട്ടിക കമ്മിറ്റ്മെന്റ് ആക്കണോ എങ്ങനെ ആൽമാരട്ടിക ഞങ്ങളെ സ്വഭാവം വേണോ എല്ലാ തരത്തിലും പെഞ്ഞായിമാരട്ടിക എങ്ങനെ മക്കളിട്ടിക എങ്ങനെ കുടുംബത്തങ്ങളിട്ടിക എങ്ങനെ രായത്തങ്ങളിട്ടിക എങ്ങനെ അതുപോലെ ബിസിനസ് എങ്ങനെ ആക്കണോ ഏതെല്ലാം തരത്തിൽ ജീവിക്കണോ ചെന്നിട്ടോ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഞങ്ങളെ നബി പഠിപ്പാട്ടി തന്നത് ഇനിയൊരു പഠിപ്പ് ഞങ്ങൾക്ക് വേണ്ട ഞങ്ങളെ നബി എങ്ങനെ പഠിപ്പാട്ടി തന്നറ ആ പഠിപ്പിലോ കൈവിടക്ക് പരമാവധി നക്ക് സാധ്യവുല്ലങ്കത്തെ എല്ലാ തരത്തിലും അതുപോലെ ഞാൻ ജീവിക്കട ഇല്ല നന്റെ നബി പഠിപ്പാട്ടിയതല്ലാണ്ട് നന്റെ ജീവിതത്തില് ഇനിമേൽ നന്റെ ജീവിതത്തിൽ ഒന്നും കടന്നു വരല എല്ലാം നന്റെ നബി പഠിപ്പാട്ടിയത് പോലെ ആയിട്ടിക്കറ് ചൊന്നിട്ടോ തീരുമാനം എടുക്കറോ പിരിസത്തെ ചങ്ങായിമാര് ആ തീരുമാനമായിട്ടിക്കറ് ജീവിതത്തെ ബദലാവണ ചൊല്ലത് ആ തീരുമാനമായിട്ടിക്കറ് ജീവിതത്തെ ആവശ്യം ചൊല്ലത് അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ട് മരിക്കാണ്ട് കണ്ടെങ്കിൽ ആ മരിപ്പായിട്ടിക്കറ് ഞങ്ങളെ ജീവിതത്തില് ഏറ്റവും വലിയ വിജയ ആ മരണമായിട്ടിക്കറ് ഞങ്ങളെ ജീവിതത്തെ ഏറ്റവും വലിയ വിജയ അതുകൊണ്ടിട്ടോ ആ വിജയിച്ച ആൽമാരായിട്ട് ഞങ്ങൾ തീരണോ ആ വിജയിച്ച ആൽമാരായിട്ട് ഞങ്ങൾ മാറണോ ഞങ്ങൾ ചേഞ്ച് ആവണോ ഞങ്ങൾ ബദലാവനെ കൊണ്ടുവരണോ ഇന്നലെ ജീവിച്ചതുപോലെ അല്ല ഇണ്ടി ജീവിക്കണായേ നിന്റെ ജീവിതത്തിക്ക് ഒരു ഡെസ്റ്റിനി ഉണ്ടോ ഒരു ബോധമുണ്ടോ ഒരു നിമിത്തമുണ്ടോ ആ നിമിത്തം നിന്റെ പ്രവാചകൻ കാട്ടിത്തന്നരെ ആ പ്രവാചകൻ കാട്ടിത്തന്നത്തെ ജീവിതത്തിക്ക് നാണ് നിന്റെ ജീവിതത്തെ 100% ആയിട്ട് നിനക്ക് സാധ്യമായില്ലെങ്കും 60% ആയെങ്കും നേരാക്കിയിട്ട് ഞാൻ എടുത്തു പോയിട്ട് 100% എത്താട്ടങ്കത്തെ തരത്തില് നാണ് നിന്റെ ജീവിതം മുന്നോട്ടെടുത്തു പോകേണ്ട ചൊല്ലങ്കത്തെ തീരുമാനത്തിക്ക് സഹോദരന്മാരെ കടന്നു വരോ അയപ്പണങ്ങ അങ്ങനെ കടന്നു വന്നമാ അപ്പ ഞങ്ങളുടെ രായത്തില് ഡ്രഗ്സ് ഇല്ല അപ്പ ഞങ്ങളുടെ രായത്തില് ഗാഞ്ചാവില്ല അപ്പ ഞങ്ങളുടെ രായത്ത് പള്ളി നൊറയുടെ സുബൈ നിസ്കാരത്തുക അപ്പ ഞങ്ങളുടെ രായത്തില് ബാലക്കാർ സുബൈക്ക് വരുമ്പൊത്തുകോ എല്ലാരും പരിചയമായിട്ട് ഒരു ബലിഷ്ഠമായ സമുദായ നിർമ്മാണാക്കുകയോ ഞങ്ങൾക്ക് സാധ്യാവുടോ അതായിട്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഞങ്ങൾക്ക് ബേനായേ അല്ലാഹു സുബ്ഹാനഹു തആല അങ്ങനെ നിമിത്തമാക്കിയിട്ട് പരിപൂർണമാക്കിയിട്ട് അല്ലാഹുക്ക് ഭാഗ്യമായിട്ട് ജീവിക്കണക്കത്തെ ഒരാൽമാരായിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല ഞങ്ങളെ ആക്കി തീർക്കട്ടെ എല്ലാ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരട്ടിಗೆ ഓർമ്മപ്പെടുത്തുകല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും ഗൊന്തുണ്ടോ SKSM യുവജന പ്രസ്ഥാനം യൂത്ത് വിംഗ് വലിയ ഒരു ക്യാമ്പയിനുമായിട്ട് എല്ലാ രായത്തുക്ക് പോയിട്ടുണ്ടോ
യൂത്ത് അഗെയിൻസ്റ്റ് ഡ്രഗ്സ് ചൊന്നിട്ടും എല്ലാ റായത്തുകും അൽഹംദുലില്ലാ പോണഞ്ചില് മേൽ റായത്തുക ഈ ക്യാമ്പയിനുമായിട്ട് പോയോണ്ടുള്ള ഇനിയും ഈ യൂത്ത് വിംഗിന് ഉത്തരവാദിത്ത ബോധമുണ്ടോ ആ ഉത്തരവാദിത്ത ഏറ്റെടുത്ത് കൊണ്ടിട്ടോ എല്ലാ റായത്തുകും പോണ്ട മാത്രമല്ല എവിടെയുള്ള ക്യാമ്പയിൻ ആക്കിത്ത അവിടെയുള്ള നല്ല നല്ല റെസ്പോൺസ് എത്ര തോലച്ചൊന്നുണ്ടെങ്കിൽ നിങ്ങൾ കന്നഡത്തിൽ സ്പീച്ച് ആക്കണോ നിങ്ങൾ ഇംഗ്ലീഷിൽ സ്പീച്ച് ആക്കണോ നിങ്ങൾ ഉറുദുവിൽ സ്പീച്ച് ആക്കണോ ചെന്നിട്ടോ ആൽമാർ ഞങ്ങളിട്ടിക്ക് കേട്ടോണ്ടുള്ളവരെ അൽഹംദുലില്ലാ ಅದಕ್ಕೆ യൂത്ത് വിംഗിയുടെ ആൽമാർ സർവസന്നദ്ധമായിട്ട് കന്നഡ ഇംഗ്ലീഷ് ഉറുദു മലയാളം ಬ್ಯಾರಿ ലാംഗ്വേജിൽ എല്ലാവിധ സെറ്റായിട്ട് എല്ലാ റായത്തിക്കും ഞങ്ങളെ ബാലക്കാർ പോയോണ്ടുള്ളാറ് ഇൻഷാ അല്ലാ നിങ്ങളെ എല്ലാ തരത്തിലുള്ളത്തെ സപ്പോർട്ടും നിങ്ങൾ എല്ലാ തരത്തിലുള്ളത്തെ പ്രാർത്ഥന ഈ ബാലക്കാരട്ടുക ബേണിച്ചൊന്ന് കേട്ടോണ്ടുള്ള അതേപോലെ ഉസ്ര ചൊല്ലങ്കത്തെ ഒരു ഫാമിലി കോൺഫറൻസ് ഒരു വലിയ ഫാമിലി കോൺഫറൻസ് അൽഹംദുലില്ലാ അള്ളാഹുടെ അപാരമായ കാരുണ്യം കൊണ്ടിട്ടോ അത് ഡിക്ലെയർ ആക്കിയിട്ട് അതിൻ്റെ പ്രവർത്തനം ഞങ്ങൾ ആരംഭിച്ചിറ ഇൻഷാ അല്ലാ ഇതേ ബണ്ട് 24 താരീഖ് ഞായറാഴ്ച ഉപ്പിനങ്കടിൽ വെച്ചിട്ട് ഈ കുടുംബ സംഗമത്തെ ഇനോഗ്രേഷൻ ഉദ്ഘാടന കാര്യക്രമം നടക്കുക പോണ്ടോ ഈ കാര്യക്രമത്തിൽ ഞങ്ങൾ പ്ലാനിങ് ആക്കിയോണ്ടുള്ളേ യൂത്ത് ആൽമാർക്ക് ഓരോ വലിയ ഓരോ സദസ്സും അതേപോലെ ഞങ്ങളെ പെൺമക്കൾക്ക് ഇണ്ട് ഡ്രഗ്സ് ചൊല്ലത് കേവല ആൺമക്കൾക്ക് മാത്രം സീമിതായോണ്ടില്ല ഞങ്ങളെ പെൺമക്ക പോലും ഇണ്ട് ഡ്രഗ്സിന് ഫെഡ്ലർമായോണ്ടുള്ളവർ മാത്രമല്ല അഫയർസ് ലവ് അഫയർസിന്റെ പേരിൽ എത്രമാ ഞങ്ങളെ പെൺമക്ക സുസൈഡ് ആക്കിയോണ്ടുള്ളവർ മാത്രമല്ല റായവിട്ട് പോയോണ്ടുള്ളവർ ഇങ്ങനത്തെ ഒരുപാട് ദയനീയമായ പരിസ്ഥിതി ഞങ്ങൾക്ക് കണ്ടുകൊണ്ടിട്ടോ ഇതിലെല്ലാം മനസ്സിലാക്കിയിട്ട് ഇതൊക്കെ ഞങ്ങളെ കൊണ്ടാവിടക്കത്തെ ഒരു സൊല്യൂഷൻ ആക്കണക്കത്തെ ഒരു വേദിക്കടെ ഈ ഉസ്ര ചൊല്ലങ്കത്തെ വേദിക്കായിട്ടിക്കടെ അതില് പെൺമക്കൾക്ക് ഒരു സഭ അതേപോലെ ഞങ്ങളെ മക്കൾക്ക് ഒരു സഭ അതേപോലെ ഞങ്ങളെ അബ്ബകും ഉമ്മമാർക്കും ഒരു സഭ എങ്ങനെ ഞങ്ങളെ അബ്ബമാരുള്ളറാ എങ്ങനെ ഞങ്ങളെ ഉമ്മമാരുള്ളറാ അങ്ങനെ നോക്കിയിട്ടായിട്ടിരിക്കുന്ന ഞങ്ങളെ മക്കയുണ്ട് ബില്ലിയായോണ്ടല്ലേ ഞങ്ങളെ അബ്ബമാർ അർസത്തിൽ മുണ്ടിയുണ്ട് കണ്ടെങ്കിൽ ഞങ്ങളെ മക്കം ബെല്ലിയാകുമ്പോഴത്തേക്കും അർസത്തിലെ മുണ്ടിയോണ്ടുള്ളവരെ ഞങ്ങളെ ഉമ്മമാർ ചൂടിൽ മുണ്ടിയോണ്ട് തിന്നേണ്ട് കണ്ടെങ്കിൽ ഞങ്ങളെ ഉമ്മമാർ ഞങ്ങളെ മക്കം അതേപോലെ ചൂടിൽ മുണ്ടിട്ട് ബില്ലിയാവുടങ്കത്തെ ഒരു വ്യവസ്ഥയല്ല ഇന്ന് ഞങ്ങളെ റായത്തിൽ ഉണ്ടോ അതുകൊണ്ടിട്ടോ ഇതൊക്കെല്ലാം പരിഹാരമായിട്ട് ഒരു ദൂരദൃഷ്ടിയിലുള്ള ഒരു പരിഹാര വേദികയായിട്ട് ഇത് പരിപൂർണമായിട്ടല്ല എത്രത്തോളം ഞങ്ങളെ കൊണ്ട് സാധ്യവിട അത്രത്തോളം ഈ സമുദായത്തെ നേർമാർഗത്തേക്ക് കൈപിടിച്ച് കൊണ്ടുപോകണ്ടക്കത്തെ ഒരു സുസജ്ജിതമായിട്ടുള്ളക്കത്തെ വേദിക്ക ഈ ഉസ്ര ചൊല്ലങ്കത്തെ ഫാമിലി കോൺഫറൻസ് ഞങ്ങൾ മുന്നോട്ട് വെച്ചോണ്ടുള്ള ഇൻഷാ അല്ലാ എല്ലാ റായത്തിലും എല്ലാ ഹല്ലി പ്രദേശത്തിലും ഗല്ലി പ്രദേശത്തിലും ഈ ഒരു ഫാമിലി കോൺഫറൻസ് എല്ലാ റായത്തിലാക്കിയിട്ട് ഇതിലെ ഒരു സമാപന സംഗമ ഇൻഷാ അല്ലാ ഞങ്ങൾ പ്ലാൻ ആക്കിയിട്ടുള്ള എത്ര ಬೇಗ ಇದರ ಸಮಾಪನ ಸಮ್ಮೇಳನ നിങ്ങൾക്ക് ഞങ്ങൾ ചൊല്ല ആ സമാപന സമ്മേളനത്തിലായിട്ട് ഇതെല്ലാം പ്ലാനിങ് ആക്കിയിട്ടുള്ളേ ಇದಕ್ಕೆല്ലാം നിങ്ങളെ സഹകാര നിങ്ങളെ സപ്പോർട്ട് നിങ്ങളെ പിരിസപ്പാട് നിങ്ങളെ സഹായങ്ങ എപ്പം ഞങ്ങളിട്ടിಗೆ ಬೇನು ಚೊಂದಿಟ್ಟು നിങ്ങളിട്ടിಗೆ ಎಲ್ಲರಿಟ್ಟಿಗೆ ನಾನು ആത്മാർത്ഥമായിട്ട് റിക്വസ്റ്റ് ആക്കിയിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു തആല ഞങ്ങൾ കേട്ടത് അത് മനസ്സിലാക്കിയിട്ട് ഹൃദയത്തിൽ ആലോചന ആക്കിയിട്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക അല്ലാഹു ഞങ്ങൾക്ക് എല്ലാവർക്കും തക്കതായ ഒരു പ്രതിഫലം തരട്ടെ അതുപോലെ ഈ ഒരു കാര്യക്രമത്തെ സൽക്കർമ്മമാക്കിയിട്ട് അല്ലാഹു സ്വീകരിക്കട്ടെ വിജയിപ്പിക്കട്ടെ പാരത്രിക ജീവിതത്തിക്ക് വലിയ ഒരു മുതൽക്കൂട്ടായിട്ട് ഈ ഒരു സംഗമ ഈ ഒരു കാര്യക്രമ അല്ലാഹു ഞങ്ങൾക്ക് ആക്കി തീർക്കട്ടെ അല്ലാഹു വിജയിപ്പിക്കട്ടെ ഈ ഒരു SKSM ചൊല്ലങ്കത്തെ ഈ ഒരു ഈ സംഘടന മുന്നോട്ടെടുത്ത് പോയങ്കത്തെ എത്രമാ ഹിരിയ വ്യക്തിമാർ ഉണ്ട് ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയിടര് ബർസക്കി ജീവിതത്തിലുള്ളവർ ഞങ്ങളെ കൂട്ടുകാർ ഞങ്ങളെ കുടുംബക്കാർ ഞങ്ങളെ അയൽവാസിങ്ങ ഞങ്ങളെ ബന്ധുമിത്രാദിങ്ങ ഞങ്ങളെ കൂടപ്പറപ്പുങ്ങ എത്രമാ ആൾമാരുണ്ട് ബർസക്കി ജീവിതത്തിലുള്ളവർ അല്ലാഹു അങ്ങനെ എല്ലാവരും ബർസക്കി ജീവിത സ്വാലിഹായ ജീവിത ആക്കിയിട്ട് അകലവും ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദൗസിൽ ജന്നാത്തുൽ നഈമുൽ ഒന്നിക്കൊള്ളുങ്കത്തെ മഹാഭാഗ്യ അല്ലാഹു ഞങ്ങൾക്ക് തരട്ടെ ജസാക്കല്ലാഹു ഖൈർ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു